എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് തയ്യൽ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ആദ്യം തയ്യൽ മെഷീൻ നമുക്ക് പരിചയപ്പെടണം. അതിന് ശേഷമാണ് നമ്മൾ തയ്യൽ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് തയ്യൽ മെഷീനൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ തയ്യൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം മെഷീൻ ചവിട്ടാൻ പഠിക്കണം. മെഷീൻ ചവിട്ടാൻ പഠിക്കുമ്പോൾ ആദ്യം നമ്മളിങ്ങനെ ചക്രം കറക്കുക. ചക്രം കറക്കിയിട്ട് അതിൻ്റെ വീലും അതിൻ്റെ ഒപ്പം തന്നെ കറങ്ങണം. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ബെൽറ്റ് കറക്റ്റ് ടൈറ്റിലാണെങ്കിലാണ് നമ്മൾ ഈ മുകളിലത്തെ ചക്രം കറക്കുമ്പോൾ അടിയിലത്തെ വീലും കറക്റ്റായിട്ട് കറങ്ങുള്ളൂ കേട്ടോ. എന്നിട്ട് താഴ്ഭാഗത്ത് നമ്മൾ എങ്ങനെയാണ് പ്രസ് ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ ഉപ്പൂറ്റി വെച്ചിട്ട് ആദ്യം പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വിരലിൻ്റെ ആ ഭാഗം വെച്ചിട്ട് മോൾ ഭാഗത്തും പ്രസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ചവിട്ടി വരുമ്പോൾ മെഷീൻ നന്നായിട്ട് കറങ്ങി കിട്ടും കേട്ടോ. പക്ഷേ ഒരു കാരണവശാലും മെഷീൻ പുറകോട്ട് പോകരുത്. പക്ഷേ ഇങ്ങനെ ചവിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് ഇത് പുറകോട്ട് പോകണമെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കണത് അപ്പോൾ ഇത് ചക്രം പുറകോട്ട് പോകുമ്പോൾ ചക്രം അങ്ങോട്ടാണ് കേട്ടോ കറങ്ങണത്. കണ്ടോ? അങ്ങോട്ട് പെട്ടെന്ന് നിന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നമ്മൾ നിർത്തി കഴിഞ്ഞ് പിന്നെ തുടങ്ങുമ്പോൾ ബാക്കിലേക്ക് കറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ തയ്ക്കുമ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നൂല് പൊട്ടിപ്പോവും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മെഷീൻ തന്നെ കംപ്ലൈൻ്റ് ആവും പുറകോട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പുറകോട്ട് കറങ്ങണില്ല. അത് ഈ കാണുന്ന ബാക്ക് സൈഡിൽ കാണുന്ന ഈ ഒരു ലിവർ കണ്ട അതിങ്ങനെ പൊക്കുമ്പോൾ പ്രഷർ പൊങ്ങി വരും കേട്ടോ. പിന്നെ നിങ്ങൾ ചവിട്ട് ആദ്യം പഠിക്കുമ്പോൾ സൂചി ഊരി വെച്ചിട്ട് പഠിക്കാൻ നോക്കുക. അതായത് ഇവിടുത്തെ ഈ സ്ക്രൂ അഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂചി ഊരി എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നോക്കി ഒരു പേപ്പർ ന്യൂസ് പേപ്പർ എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് അതിലൂടെ ഇങ്ങനെ തയ്ക്കാം. അപ്പോൾ നമ്മൾ കൈ തൊടാതെ തന്നെ ആ പേപ്പർ കണ്ട മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. കണ്ട കൈ ഒന്നും തൊട്ടിട്ടില്ല. അപ്പോൾ സൂചി വേണം കേട്ടോ. പേപ്പർ അടിക്കുമ്പോൾ സൂചി വേണം. സൂചി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിങ്ങനെ മുന്നോട്ട് പോവുള്ളൂ. പുറകോട്ട് പോകുമ്പോൾ എങ്ങനെ സംഭവിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആ പേപ്പർ ഒന്നുകൂടെ എടുത്ത് വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ അടിച്ച് നോക്കിയേ. കറക്റ്റായിട്ട് മുന്നോട്ട് തന്നെ കറക്കുമ്പോൾ ഇങ്ങോട്ട് നമ്മുടെ നേരേക്ക് ഇങ്ങോട്ട് വലിച്ച് കറക്കുക. എന്നിട്ട് ഇങ്ങനെ അടിച്ചു പോവാം. കണ്ടോ? അപ്പോൾ അത് പുറകോട്ട് കറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ നമ്മുടെ അടുത്തേക്ക് വരും. അങ്ങനെ വരരുത്. നമ്മുടെ അടുത്തുനിന്ന് മുന്നോട്ട് തന്നെ പോകണം. അപ്പോഴാണ് കറക്റ്റ് ആ സ്റ്റിച്ചിങ്, അതായത് തയ്യലിൻ്റെ ആ ഒരു മെത്തേഡിൽ നമ്മൾ വരണം കേട്ടോ. ഇപ്പം നേരെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ? ഇങ്ങനെ തന്നെ വരണം. പുറകോട്ട് കറങ്ങി പേപ്പർ നമ്മുടെ അടുത്തേക്ക് വരരുത്. നമ്മുടെ അടുത്തുനിന്ന് അകന്ന് പേപ്പർ പോകണം. പുറകോട്ട് അടിക്കുമ്പോൾ ഇതുപോലെ പുറകോട്ട് വരരുത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ അടിക്കാൻ പഠിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഈ പേപ്പറിൻ്റെ സൈഡിൽ ഇങ്ങനെ കണ്ടോ ഒരു ലൈനൊക്കെ ഉണ്ടാവില്ല. അത് നിങ്ങൾ ന്യൂസ് പേപ്പർ നോക്കിയാൽ അറിയാം. ഒരു ലൈൻ ഉണ്ടാവും, മുള്ളേര് പേപ്പറിൻ്റെ ഉണ്ടാവും. ആ ലൈനിലൂടെ അടിക്കാൻ ശ്രമിക്കുക. നൂലൊന്നും ഇടാതെ അടിക്കുക കേട്ടോ. നൂലിട്ട് അടിക്കരുത്. നൂലിടാതെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ആ നേരെ അടിക്കാൻ പഠിക്കും. ഓക്കെ, നേരെ അടിക്കാൻ പഠിക്കാനായിട്ടുള്ള എളുപ്പ വഴി അതാണ് കേട്ടോ. അപ്പോൾ പേപ്പറിൻ്റെ സൈഡിലുള്ള ആ ഒരു വരയിലൂടെ നിങ്ങൾ അടിക്കാൻ ശ്രമിക്കുക. ഇതാ ഇവിടെ ഉണ്ട് ഒരു വര കണ്ടോ? ആ വരയിലൂടെ ഞാൻ അടിക്കുകയാണേ. കണ്ടോ? അപ്പോൾ നിങ്ങളിങ്ങനെ പേപ്പറിൻ്റെ ഇതിലൂടെ ഇങ്ങനെ അടിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ, അതായത് നമുക്ക് സ്ലിക്റ്റൊക്കെ അടിക്കുമ്പോൾ ചുരിദാറിൻ്റെ സ്ലിക്റ്റൊക്കെ അടിക്കുമ്പോൾ നേരെ അടിക്കണ്ടേ? അടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതാ നോക്കി നമുക്ക് ബോബിനിൽ നൂലെങ്ങനെ കയറ്റണമെന്ന്. ബോബിനിൽ നൂല് ചുറ്റാനായിട്ട് ഇതാ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടിതാ അതിങ്ങനെ ചുറ്റുകയാണ് കേട്ടോ. ഞാൻ കുറച്ചൊന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഇതാ മെഷീനിലേക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ട ഈ സ്റ്റാൻഡിൽ വെച്ചിട്ട്. ഇതിപ്പോൾ ഡബിൾ മെഷീനാണ് കേട്ടോ. മറ്റേ മെഷീന് ഇതുപോലെ തന്നെയാണ്. പിന്നെ നൂലിടണയിലൊക്കെ ഇത്തിരി വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താ കണ്ട ഇങ്ങനെ അമർത്തി പിടിക്കണേ. അമർത്തി എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് അമർത്തിയല്ല. ആദ്യമൊക്കെ ചുറ്റുമ്പോൾ ചിലപ്പോൾ ചുറ്റി വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ബോബിൻ ചാടി പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സ്ക്രൂ ഡ്രൈവറിലേക്ക് ഇങ്ങനെ വെച്ചിട്ടേ ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ ചാടി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി നിരാശപ്പെടരുത്. ഒരു പ്രാവശ്യം ചെയ്താലൊന്നും ശരിയാവില്ല. കുറേ പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോഴാണ് അത് നീറ്റായിട്ട് വരിക കേട്ടോ. ഇനി ഇതാ ബോബിൻ കേസിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. എന്നിട്ട് നമ്മൾ ഈ നൂലിൻ്റെ തുമ്പുണ്ടല്ലോ അതെടുത്തിട്ട് അതിൻ്റെ അവിടെ ഒരു പൊഴിയുണ്ട്. ആ പൊഴിയിലൂടെ ഇട്ടിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് ഉണ്ട് കണ്ടോ. ആ ഫ്ലാപ്പിലൂടെ അതിങ്ങനെ വലിച്ചെടുക്കുക. കണ്ടോ? ഒരുപാട് നീട്ടത്തിലിടരുത് കേട്ടോ. കുറച്ച് നമുക്ക് ഇങ്ങനെ വലിക്കുമ്പോൾ കുറച്ച് നീട്ടം കണ്ട നമ്മുടെ ബോബിൻ കേസ് കറങ്ങണണ്ട. കറക്റ്റായിട്ട് ഇങ്ങനെ കറങ്ങി തിരിയണം. ഫ്ലാപ്പിൻ്റെ ഇടയിൽ പൊടിയൊന്നും അഴുക്കൊന്നും ഉണ്ടാവരുത് കേട്ടോ. ഇങ്ങനെയാണ്. എന്നിട്ട് ഇതിങ്ങനെ ഒരു ഫ്ലാപ്പ് അവിടെയുണ്ട്. അതിങ്ങനെ വിടർത്തി പിടിച്ചിട്ടാണ് നമ്മൾ ഈ ഓപ്പൺ ഭാഗം മുകളിലേക്ക് ഇരിക്കത്തക്ക രീതിയിൽ കണ്ടോ ഇങ്ങനെ. ഇനി നമുക്കേ അടി കൊണ്ടുപോയിട്ട് ഇത് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കാനായിട്ട് ഇതാ ഇവിടെ ഒരു ഡോറുണ്ട് കണ്ട. ഈ ഡോർ ഓപ്പൺ ചെയ്താൽ നമുക്ക് വെക്കണ പൊസിഷൻ നമുക്ക് മനസ്സിലാവും കേട്ടോ. കണ്ട കറക്റ്റായിട്ട് ഇങ്ങനെ
വെച്ച് കൊടുക്കുക. അപ്പോൾ സൂചി പൊങ്ങി തന്നെ നിൽക്കണം, എന്നാലാണ് കറക്റ്റായിട്ട് നമുക്കത് ആ ഗാഡിയിലേക്ക് വീഴുമ്പോൾ ഒരു ടിക്ക് എന്നൊരു സൗണ്ട് കേൾക്കും. അപ്പോൾ അത് കറക്റ്റായി. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഇനി മുകളിൽ നൂല് കോർക്കണം എങ്ങനെയാണെന്ന് നോക്കിയോ. നൂലെടുക്കുക. നമുക്ക് മുകളിലൊരു വളഞ്ഞ സൈസ് കമ്പിയുണ്ട്, ആ കമ്പിയിലേക്ക് ആദ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് കോർക്കുക. എന്നിട്ട് ആ കമ്പിയുടെ അടിയിലൊരു ഹോളുണ്ട്, ആ ഹോളിലേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കോർക്കുക. കണ്ണിനൊക്കെ ഭയങ്കര പവറായത് കാരണേ കാണാൻ നല്ല സുഖമുണ്ട്. തൊണ്ട ശരിയായിട്ടില്ല കേട്ടോ, എന്നാലും വീഡിയോ ഇടാണ്ടിരിക്കാൻ എനിക്ക് വിഷമം വരണേ. പിന്നെ കുറേ ആൾക്കാരെ എന്നോട് മുഖം കാണിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും നേരെ വന്നതാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്കിതാ ഇവിടെ ഉണ്ടല്ലോ ഈ സ്പ്രിങ് പോലത്തെ സാധനം, അവിടെ നമുക്കൊരു ഫ്ലാപ്പ് ഉണ്ട്, അതിൻ്റെ ഇടയിലൂടെ നൂലിങ്ങനെ കോർത്ത് ഇങ്ങനെ വലിച്ച് അവിടെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഫ്ലാപ്പിൻ്റെ ഇടയിൽ കൂടെ തന്നെ വീഴണം, എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. കണ്ട അവിടെ പിടിച്ച് വലിച്ച് അകന്ന് വരും. ഇവിടെ ഒരു സ്പ്രിങ് ആണ് കണ്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഇങ്ങനെ ഒരു ലിവർ പോലത്തെ സാധനം ഉണ്ടാവും, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിങ്ങനെ നമ്മൾ ആ സാധനം പിടിച്ച് കറക്കുമ്പോഴേ അതിങ്ങനെ മുകളിലേക്കും താഴേക്കും ആവും കണ്ടോ. അതിലൂടെ നമുക്ക് നൂല് കയറ്റിയെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഇടത്തെ കൈ വെച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇടത്തെ കൈയല്ല, വലത്തെ കൈ വെച്ച്, തെറ്റിപ്പോയി, വലത്തെ കൈ വെച്ച്. സൂചി കോർക്കേണ്ട കാര്യം വരുമ്പോൾ ഇടത്തെ കൈ തന്നെ ഉപയോഗിക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തുനിന്ന് തന്നെ കോർക്കുക. സൂചി ഇടുന്നതിനൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ, അതിനൊരു പൊസിഷനൊക്കെ ഉണ്ട്, അതൊക്കെ കറക്റ്റായിട്ടൊക്കെ ഇടാൻ ശ്രദ്ധിക്കുക. അറിയില്ലെങ്കിൽ ഞാൻ പിന്നീട് ഒരിക്കലും അത് കാണിച്ചു തരാം, സൂചി എങ്ങനെ ഇടണമെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇനി നൂലിട്ടതിന് ശേഷം നമുക്ക് ആ വരയിൽ കൂടെ തന്നെ അടിക്കാൻ നോക്കുക. അപ്പോൾ വരയിൽ കൂടെ അടിക്കുമ്പോൾ നമ്മൾ നേരെ അടിക്കാൻ പഠിച്ചോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണും ഓളെന്ന ഓപ്ഷനും ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ക്ലാസ്സിൽ കയറാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് ആകെ 1000 രൂപയാണ് ഫീസ്. 2 മാസത്തെ കോഴ്സാണ്. 2 മാസത്തേക്ക് ആണ് ഞാൻ ഈ 1000 രൂപ വാങ്ങിക്കുന്നത്. 2 മാസം കൊണ്ട് ഓൾമോസ്റ്റ് ടൈലറിങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും പഠിപ്പിച്ചു കൊടുക്കും കേട്ടോ. അതായത് പെറ്റിക്കോട്ട് മുതൽ ബ്ലൗസ് വരെ എല്ലാം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അളവ് എങ്ങനെ എടുക്കാം, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഉള്ള കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള വരകളിലൂടെ അടിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് നേരെ അടിക്കാൻ പഠിച്ചോ എന്നുള്ള കാര്യം. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ നേരെ അടിക്കാൻ പഠിച്ചാൽ മതി. അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നേരെ അടിക്കാൻ പഠിച്ചതിന് ശേഷം നമ്മൾ ഇനി അടുത്തത് ചെയ്യേണ്ടത് മടക്കി അടിക്കാൻ പഠിക്കണം. ഈ തുമ്പൊന്ന് മടക്കി അടിക്കാനൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുന്നില്ല. ഞാൻ ഇനി തുണിയിൽ എങ്ങനെ നേരെ അടിക്കാം എന്നുള്ള കാര്യം കൂടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഈ വക്കൊന്ന് മടക്കിയിട്ട്, ഇപ്പോൾ പേപ്പറിലെ വക്കൊന്ന് മടക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് ആ എൻഡിലൂടെ നമ്മൾ അടിക്കണ പൊസിഷൻ കറക്റ്റ് ആവണം. അതിനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് പേപ്പറിൽ തന്നെ അടിച്ച് നിങ്ങൾ പഠിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് തുണിയിലേക്ക് വെച്ചടിക്കുമ്പോൾ ധൈര്യമായിട്ട് അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി തയ്യൽ പഠിക്കാൻ ഇഷ്ടമുള്ളവർ ഇതുപോലെ പേപ്പറിൽ വെച്ചിട്ട് അടിച്ച് ലെവലാക്കി അടിക്കാൻ പഠിച്ചതിന് ശേഷം പിന്നീട് ക്ലാസ്സിൽ ചേരുകയോ യൂട്യൂബിൽ കണ്ടിട്ട് അടിക്കുകയോ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ.